ഇവിടെ മാക്സിമം ഉറയാൻ വരുന്നവരുടെ നേരത്തെ കുട്ടിച്ചാത്തന്റെ ദോഷം എടുക്കും. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തിന് തരത്തിൽ ഒരു രൂപവുമില്ല. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സാധനത്തിന് രൂപമില്ല. അതിന് രൂപം എന്ന് പറയുന്ന കറുത്തൊരു സാധനമാണ്. അതിന് പിന്നെ ആരുടെ രൂപത്തിൽ വരാൻ പറ്റും. അതിന് ദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് നല്ല തളർച്ച അനുഭവപ്പെടും. പിന്നെ ഒന്നിനും ഒരു സ്വയബുദ്ധി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യാത്ത തെറ്റിനെ നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിട്ട് നമ്മൾ തന്നെ സ്വയം മാനസികമായിട്ട് തളരും. ഞാനാ തെറ്റ് ചെയ്തു, ഞാനാ തെറ്റ് ചെയ്തു, ഞാനാ തെറ്റ് ചെയ്തു ചോദിച്ചിട്ട് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തളരും. അങ്ങനത്തെ കുറെ പ്രോബ്ലങ്ങൾ വരാറുണ്ട്. നമ്മുടെ കൂടെ ദുരാത്മാക്കൾ ഉണ്ടെന്ന് പറയാനുള്ള ഒരു വഴിയുണ്ട്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിടിയിൽ വന്നിട്ട് നല്ല മൂളിച്ച കേൾക്കുക, അല്ലെങ്കിൽ ഓരോരോ സൗണ്ടുകൾ, ആവശ്യമില്ലാത്ത സൗണ്ടുകൾ കേൾക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പിന്നാലെ ഏത് ദുരാത്മാക്കൾ ഉണ്ടെന്നുള്ള ഒരു അർത്ഥവും കൊണ്ടാണ്. അതുപോലെ തന്നെ കണ്ണു ദൃഷ്ടി അത് തന്നെ അതൊരു ബാധയായിട്ട് മാറാറുണ്ട്. കണ്ണു ദൃഷ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ദേഹം കൊണ്ട് നമുക്കൊന്ന് ഒരു പണിയെടുക്കാനോ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനോ നേരവണ്ണം പറ്റില്ല. ഏത് സമയം നോക്കിയാലും നമുക്ക് ക്ഷീണം പറ്റിയും കൊണ്ടേയിരിക്കും. പിന്നെ അതൊക്കെ മാറണം പറഞ്ഞാൽ റിലാക്സ് ആകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ കൊണ്ട് തൊഴുക, തൊഴുത് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടും.